ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവാണ്. പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റുവാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ പ്രധാനമന്ത്രിയും ഇദ്ദേഹമാണ്. ആദ്യമായി അവിശ്വാസ പ്രമേയത്തെ നേരിട്ട വ്യക്തിയും ഇദ്ദേഹമാണ്. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇദ്ദേഹമാണ്. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്ന വ്യക്തിയും ഇദ്ദേഹമാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ്. 1954 ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമായാണ് ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. 1954 ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചത് 1955 ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തിയും ജവഹർലാൽ നെഹ്റുവാണ്. ആധുനിക ഇന്ത്യയുടെ ശില്പി, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശില്പി എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നതും ജവഹർലാൽ നെഹ്റുവാണ്. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നമെന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. മണിപ്പൂരിനെ ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചേരിചേര സംഘടനയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ചു. ഏഷ്യൻ ഗെയിംസ് തുടങ്ങാൻ മുൻകൈയെടുത്തു. 1960 അയൂബ് ഖാനോടൊപ്പം സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചതും ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നതും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1963 ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവാണ്. 1963 അവിശ്വാസ പ്രമേയം നേരിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയും ജവഹർലാൽ നെഹ്റുവാണ്. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. പദവിയിലിരിക്കെ മരണമടഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനു ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് ഗുൽസാരി ലാൽ നന്ദ. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണത്തിന് ശേഷം ആക്ടിംഗ് പ്രധാനമന്ത്രി പദവി വഹിച്ച വ്യക്തിയാണ് ഗുൽസാരി ലാൽ നന്ദ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരിൽ അടുത്ത വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിൻ്റെ ആൾരൂപം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം ഇന്ത്യക്ക് സമ്മാനിച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1966 ജനുവരി 10 പാകിസ്ഥാൻ രാഷ്ട്രപതിയായിരുന്ന മുഹമ്മദ് അയൂബ് ഖാനൊപ്പം പ്രസിദ്ധമായ താഷ്കൻ കരാറിൽ ഒപ്പുവെച്ച വ്യക്തിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1966 ജനുവരി 10 അന്നത്തെ പാകിസ്ഥാൻ രാഷ്ട്രപതിയായിരുന്ന മുഹമ്മദ് അയൂബ് ഖാനൊപ്പം
പ്രസിദ്ധമായ താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. വിദേശത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നത് താഷ്കന്റ് കരാറിനെയാണ്. ഒരു കൊച്ചു കുരുവിയുടെ അവസാനത്തെ വിജയം എന്ന് വിശേഷിപ്പിക്കുന്നത് താഷ്കന്റ് കരാറിനെയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ഇന്ദിരാഗാന്ധിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ വനിതയാണ് ഇന്ദിരാഗാന്ധി. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായി പദവി വഹിച്ചിരുന്നത് ഇന്ദിരാഗാന്ധിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധിയായിരുന്നു. രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയും ഇന്ദിരാഗാന്ധിയാണ്. രാജ്യസഭാംഗമായിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയും ഇന്ദിരാഗാന്ധിയാണ്. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പെഴ്സ് 1971 നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന പ്രിവി പെഴ്സ് 1971 നിർത്തലാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. കോടതിയലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യമുയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി, പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി എന്നീ പ്രത്യേകതകളുള്ള വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. കോടതിയലക്ഷ്യം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത, പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി എന്നീ പ്രത്യേകതകളുള്ള പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. പൊതു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. പൊതു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും വധിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമായ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിച്ചു വരുന്നു. 1984 സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. 1984 സിഖ് തീവ്രവാദികൾക്കെതിരെ അമൃത്സറിലെ സുവർണക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് അനുമതി നൽകിയ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയാണ്. 1974 രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ദിരാഗാന്ധിയായിരുന്നു. 1974 രാജസ്ഥാനിലെ പൊഖ്റാനിൽ ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണം നടന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നതും ഇന്ദിരാഗാന്ധിയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായി 1972 സിംല കരാർ ഒപ്പിട്ടതും ഇന്ദിരാഗാന്ധിയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയുമായി 1972 ജൂലൈയിൽ സിംല കരാർ ഒപ്പിട്ടത് ഇന്ദിരാഗാന്ധിയാണ്. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ടയുടെ വിക്ഷേപണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് താക്കർ കമ്മീഷൻ. ഇന്ദിരാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് താക്കർ കമ്മീഷൻ.
മൈ ട്രൂത്ത് ആണ് ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ. ഇന്ദിരാഗാന്ധിയുടെ ആത്മകഥ മൈ ട്രൂത്ത്. ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലെത്തിയ അടുത്ത വ്യക്തി മൊറാർജി ദേശായി. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. ഉപപ്രധാനമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് മൊറാർജി ദേശായി. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയും മൊറാർജി ദേശായി ആയിരുന്നു. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയും മൊറാർജി ദേശായി ആയിരുന്നു. ഇദ്ദേഹം 10 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഇദ്ദേഹം 10 തവണയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. 4 വർഷത്തിലൊരിക്കൽ ജന്മദിനം ആഘോഷിച്ചിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മൊറാർജി ദേശായി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഫെബ്രുവരി 29-നാണ്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നവും പാകിസ്ഥാൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ നിഷാൻ-ഇ-പാകിസ്ഥാനും ലഭിച്ച ഏക വ്യക്തിയാണ് മൊറാർജി ദേശായി. ഇന്ത്യയുടെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയും മൊറാർജി ദേശായി ആണ്. രാജിവെച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇദ്ദേഹമാണ്. പ്രധാനമന്ത്രിമാരിൽ അടുത്ത വ്യക്തി ചരൺ സിംഗ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പാർലമെൻറ്റിനെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിച്ചു വരുന്നു. ചരൺ സിംഗിൻ്റെ ജന്മദിനമായ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിച്ചു വരുന്നു. പ്രധാനമന്ത്രിയായ അടുത്ത വ്യക്തി രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഇദ്ദേഹം 40-ാം വയസ്സിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഭോപ്പാൽ വാതക ദുരന്തം നടന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇദ്ദേഹമായിരുന്നു. ഭോപ്പാൽ വാതക ദുരന്തം നടന്ന 1984-ലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇദ്ദേഹമായിരുന്നു. 1985-ൽ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. 1985-ലെ കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയായിരുന്നു. 52-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. 52-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം പാസാക്കിയത്. 1989-ൽ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആയി കുറച്ച പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. 1989-ൽ വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18 ആയി കുറച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാജീവ് ഗാന്ധിയാണ്. 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആയി കുറച്ചത്. 61-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21-ൽ നിന്നും 18 ആയി കുറച്ചത്. വധിക്കപ്പെട്ട രണ്ടാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. വധിക്കപ്പെട്ട ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി.
രാജീവ് ഗാന്ധി വധത്തിലേക്ക് നയിച്ച സുരക്ഷാ പിഴവിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ജസ്റ്റിസ് JS വർമ്മ കമ്മീഷനും രാജീവ് ഗാന്ധിയുടെ വധത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ജെയിൻ കമ്മീഷനുമാണ്. രാജീവ് ഗാന്ധി വധത്തിലേക്ക് നയിച്ച സുരക്ഷാ പിഴവിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ജസ്റ്റിസ് JS വർമ്മ കമ്മീഷനും രാജീവ് ഗാന്ധിയുടെ വധത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ജെയിൻ കമ്മീഷനുമാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനമായും ചരമദിനമായ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായും ആചരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനമായും ചരമദിനമായ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനമായും ആചരിച്ചു വരുന്നു. പ്രധാനമന്ത്രിമാരിൽ അടുത്തത് VP സിംഗ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് VP സിംഗ്. പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയ പ്രധാനമന്ത്രിയും VP സിംഗ് ആണ്. പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയ പ്രധാനമന്ത്രിയും VP സിംഗ് ആണ്. VP സിംഗിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി S ചന്ദ്രശേഖർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് S ചന്ദ്രശേഖർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യുവ തുർക്കി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് S ചന്ദ്രശേഖർ. 1995 മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. 1995 മികച്ച പാർലമെൻറ്റേറിയനുള്ള പുരസ്കാരം ലഭിച്ച വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. S ചന്ദ്രശേഖറിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായത് PV നരസിംഹറാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. പ്രധാനമന്ത്രിയായി 5 കൊല്ലം പൂർത്തീകരിച്ച നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആദ്യ വ്യക്തിയാണ് PV നരസിംഹറാവു. പ്രധാനമന്ത്രിയായി 5 കൊല്ലം പൂർത്തീകരിച്ച നെഹ്റു കുടുംബത്തിന് പുറത്തുള്ള ആദ്യ വ്യക്തിയാണ് PV നരസിംഹറാവു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും PV നരസിംഹറാവു ആണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും PV നരസിംഹറാവു ആണ്. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും PV നരസിംഹറാവു ആയിരുന്നു. 1992 ബാബറി മസ്ജിദ് ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. 1992 73-ാം ഭരണഘടനാ ഭേദഗതിയെ തുടർന്ന് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയും നരസിംഹറാവു ആയിരുന്നു. പ്രധാനമന്ത്രിയാകുമ്പോൾ പാർലമെൻറ്റ് അംഗമല്ലാതിരുന്ന ആദ്യ വ്യക്തിയാണ് നരസിംഹറാവു. പ്രധാനമന്ത്രിയാകുമ്പോൾ പാർലമെൻറ്റ് അംഗമല്ലാതിരുന്ന ആദ്യ വ്യക്തിയാണ് നരസിംഹറാവു. ദ ഇൻസൈഡർ എന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ദ ഇൻസൈഡർ എന്നത് PV നരസിംഹറാവുവിൻ്റെ ആത്മകഥയാണ്. ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് നരസിംഹറാവു. ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു. PV നരസിംഹറാവുവിന് ശേഷം പ്രധാനമന്ത്രിയായത് അടൽ ബിഹാരി വാജ്പേയി. നരസിംഹറാവുവിന് ശേഷം പ്രധാനമന്ത്രിയായത് അടൽ ബിഹാരി വാജ്പേയി. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യമുയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി. അവിവാഹിതനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു AB വാജ്പേയി.
1998 ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് AB വാജ്പേയി ആയിരുന്നു. 1998 ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി AB വാജ്പേയി ആണ്. കാർഗിൽ യുദ്ധസമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും വാജ്പേയി ആയിരുന്നു. 2011 പാർലമെൻറ്റ് ആക്രമണം നടക്കുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വാജ്പേയി ആണ്. 2001 പാർലമെൻറ്റ് ആക്രമണം നടക്കുന്ന സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു. പ്രധാനമന്ത്രിയായ അടുത്ത വ്യക്തി HD ദേവഗൗഡ. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് HD ദേവഗൗഡ. പാർലമെൻറ്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയാണ് HD ദേവഗൗഡ. പാർലമെൻറ്റിൽ അംഗമല്ലാതിരിക്കെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ വ്യക്തി. PV നരസിംഹറാവുവിന് ശേഷം പാർലമെൻറ്റ് അംഗമല്ലാതെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് HD ദേവഗൗഡ. മണ്ണിൻ്റെ മകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയും HD ദേവഗൗഡയാണ്. മണ്ണിൻ്റെ മകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയും HD ദേവഗൗഡയാണ്. പ്രധാനമന്ത്രിയായ അടുത്ത വ്യക്തി IK ഗുജ്റാൾ. പഞ്ചാബുകാരനായ ആദ്യ പ്രധാനമന്ത്രിയാണ് IK ഗുജ്റാൾ. ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യ വാർഷിക സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു IK ഗുജ്റാൾ. ഇന്ത്യയുടെ 50ാം സ്വാതന്ത്ര്യ വാർഷിക സമയത്തെ പ്രധാനമന്ത്രിയായിരുന്നു IK ഗുജ്റാൾ. IK ഗുജ്റാൾ നേതൃത്വം നൽകിയ വിദേശകാര്യ നയം ഗുജറാൾ ഡോക്ട്രിൻസ് എന്നറിയപ്പെടുന്നു. IK ഗുജ്റാൾ നേതൃത്വം നൽകിയ വിദേശകാര്യ നയം ഗുജറാൾ ഡോക്ട്രിൻസ് എന്നറിയപ്പെടുന്നു. പ്രധാനമന്ത്രിയായ അടുത്ത വ്യക്തി ഡോക്ടർ മൻമോഹൻ സിംഗ്. സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. സിഖ് മതവിഭാഗക്കാരനായ ആദ്യ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ ന്യൂനപക്ഷ സമുദായാംഗവും ഇദ്ദേഹമാണ്. പ്രധാനമന്ത്രി പദത്തിലെത്തിയ ആദ്യ ന്യൂനപക്ഷ സമുദായാംഗവും മൻമോഹൻ സിംഗ് ആണ്. 1982-85 കാലഘട്ടത്തിൽ ഇദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. 1982-85 കാലഘട്ടത്തിൽ ഇദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു. ഇന്ത്യയിൽ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ നയങ്ങൾ നടപ്പിലാക്കിയ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. 1991 നരസിംഹറാവു മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഇദ്ദേഹം. ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ആണ്. ലോക്സഭയിൽ ഒരിക്കൽ പോലും അംഗമായിട്ടില്ലാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ആണ്. അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായാണ് ഇദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയത്. അസമിൽ നിന്നുള്ള രാജ്യസഭാംഗമായാണ് ഇദ്ദേഹം പാർലമെൻറ്റിൽ എത്തിയത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വ്യക്തിയും ഇദ്ദേഹമാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായ ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വ്യക്തിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ അടുത്ത വ്യക്തി നരേന്ദ്രമോദി. ഇന്ത്യയുടെ 15ാമത് പ്രധാനമന്ത്രി. പിന്നാക്ക സമുദായത്തിൽ നിന്നുള്ള ഏക പ്രധാനമന്ത്രി എന്നീ പ്രത്യേകതകൾ നരേന്ദ്രമോദിക്ക് സ്വന്തമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത പ്രത്യേകത കൂടി നരേന്ദ്രമോദിക്ക് സ്വന്തമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി അംഗമാവുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തി എന്ന പ്രത്യേകത കൂടി നരേന്ദ്രമോദിക്ക് സ്വന്തമാണ്.